നമ്മളെ അനാഥരാക്കുന്ന കുടുംബയോഗം. അതായത് നിങ്ങൾക്കറിയാമല്ലോ, അനാഥർ എന്ന് പറഞ്ഞാൽ കുടുംബമില്ലാത്ത അല്ലേ? നമ്മളെ അനാഥരല്ലാതാക്കുന്നത് കുടുംബമാണ്. നമുക്ക് ഇത്രയും വലിയൊരു കുടുംബം നമ്മൾ അനാഥത്വത്തിൽ നിന്ന് കൂടുതലേക്ക് വലിയ രീതിയിലേക്ക് മാറുന്നു എന്നാണ്. ഞാനൊരു ചരിത്രം പറയുകയാണെങ്കിൽ, കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻസ് എന്നറിയപ്പെടുന്ന ആളുകളുടെ തുടക്കം AD 52, ക്രിസ്തുവിന് മുൻപ് 52 വർഷം, ഇപ്പൊ 2020. അപ്പൊ മുൻപ് അപ്പൊ 25 52 കുറച്ച് വെച്ച് അത് ഇടയ്ക്കൊന്ന് തിരിച്ചേക്കടുത്ത് പുസ്തകിട്ട് ഞാൻ കൊച്ചു മനസ്സിലാകുമ്പോൾ ബാബു പറഞ്ഞപ്പോഴാണ് ഈ മനസ്സിലായി വലുതായി കാണിക്കുന്ന അതിനിടയ്ക്ക് ഇപ്പൊ പാട്ട് എടുത്ത് ഭയങ്കര ഇതിനോട് തിരുത്തണം. തെറ്റുകൾ തിരുത്താനുള്ളതാണ്, വിമർശിക്കാനുള്ളതല്ല. മനസ്സിലായത്? തിരുത്തണം. അതിനുവേണ്ടി ഇന്നലെയാണെങ്കിലും ഞാനൊരു തെറ്റ് പറഞ്ഞായിരുന്നു. സണ്ണിച്ചായൻ വില്യം കേരിയുടെ കാര്യം പറഞ്ഞപ്പോ പോപ്പുലർ അല്ല, റിപ്പയർ എന്ന് പറയുമ്പോൾ റിപ്പയറും പോപ്പുലറും ഒന്നാണെന്നുള്ള വാക്ക് തമ്പി ഇവിടെ പറഞ്ഞു. ഷൂ മേക്കർ അല്ല, ഷൂ റിപ്പയർ മാത്രമാണ് ഞാൻ എന്ന് അദ്ദേഹം വിനയത്തോടെ പറഞ്ഞായിട്ടൊരു കഥ ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അതാ ഓർത്ത്. അപ്പോൾ ആ മിസ്റ്റേക്ക് മാറി, അത് നന്നായി. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഓർത്തു, ഒന്നുകൂടെ പഠിച്ചു എന്ന് പറയുന്ന പോലെ മിസ്റ്റേക്കുകൾ പഠിക്കാനുള്ളതാണ്. ഓക്കെ, വിട്ടുകളാം, സമയം ഈ വലിയ ചരിത്രം മുഴുവൻ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് തീർക്കണം. അതിനെ തീർക്കുന്നു. അപ്പോ AD 52 നമ്പൂതിരിമാരാണ് മാർക്കറ്റിൽ വന്നത്. ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത്. AD 52 കൊടുങ്ങല്ലൂരാണ് അന്നത്തെ നമ്മുടെ അറിയപ്പെടുന്ന കപ്പൽ വന്നടക്കുന്ന പത്രം. രംബ്ര ഇല്ലം എന്ന് പറയുന്ന ഒരു നമ്പൂതിരി ക്രിസ്ത്യാനി. അത് കഴിഞ്ഞ് കൊരട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലം, കൊച്ചിയിലൊരു കൊരട്ടി ഉണ്ടായിരുന്നു. അത് ആ സ്ഥലത്ത് നിന്ന് മറ്റു പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ട് മണിമല എന്ന സ്ഥലത്തേക്ക് വന്നു. മണിമല, നമ്മുടെ മണിമല ആറിന്റെ ഒക്കെ ആ തുടക്കത്തെ സ്ഥലമാണ് മണിമല. മണിമല എന്ന സ്ഥലത്ത് വന്ന് അവിടെ കൊരട്ടി എന്നൊരു സ്ഥലത്തിന് പേരുണ്ടാകാൻ തന്നെ കാരണം അവർ വന്നതുകൊണ്ടാണ് പറയപ്പെട്ടത്. ഏതായാലും കൊള്ളാം. പിന്നീട് കാലാവസ്ഥയിലും ഒക്കെ വെള്ളപ്പൊക്കവും അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ മണിമല ആറ് വഴി അന്നത്തെ യാത്ര വള്ളത്തേലായിരുന്നുകൊണ്ട് ഒരു മല്ലപ്പള്ളിയിൽ വന്ന് ചേരാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ മല്ലപ്പള്ളി എന്ന് പറയാൻ മനുഷ്യവാസമൊക്കെ ഉള്ള സ്ഥലമായിട്ട് വരികയായിരുന്നു. ക്രിസ്ത്യാനികൾ ആരും തന്നെ അവിടെ ഇല്ല, വളരെ ആരും തന്നെ ഇല്ലെന്ന് പറയാം. എന്നാലും നമുക്ക് സംശയമുണ്ട്. കാരണം പൗത്തിക്കുന്നേക്കാർ വന്നേ അതേ ഏതാണ്ട് സെയിം പീരീഡ് ആണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ ഏതായാലും ഉള്ള ഭഗവതിക്കുന്ന് അന്ന് അറിയപ്പെടുന്ന സ്ഥലം, ഇപ്പൊ പൗത്തിക്കുന്ന എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ കിഴക്ക് വശത്ത് വന്ന് താമസിച്ചുകൊണ്ടാണ് കിഴക്കേ എന്ന് പേര് വന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായത്, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അന്ന് വന്ന ആളിന്റെ പേര് സാധാരണഗതിയിൽ വരുന്ന പോലെ തന്നെ സെയിന്റ് തോമസ്, അതായത് തോമസ് അപ്പോസ്തലൻ മുഖ്യതൊരു തോമ എന്നാണ് മലയാളത്തിലെ പേര്. തോമ. ആദ്യത്തെ വന്ന ആളിന്റെ പേര് തോമ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ തോമ വന്ന് അവിടെ താമസിക്കുന്നു. അപ്പം കളരിമുറ അറിയാവുന്ന ആളാണ് എന്ന് പൂവനെ പഠിക്കണം പറഞ്ഞാൽ അന്ന് ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, അവിടെ മറ്റു മതക്കാരൊന്നും ഇല്ല. അതും ഹൈകാസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാതുർവർഗ്ഗം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യ, അങ്ങനെയുള്ള 4 വർണ്ണം. മറ്റുള്ളവരെ മനുഷ്യരായിട്ട് കൂട്ടിയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിലെ ഭൂരിപക്ഷമുള്ള ഈഴവരെ പോലും ഹിന്ദു മതത്തിലുള്ളവരല്ല. അവർ വന്നത് ശ്രീലങ്കയിൽ, അതായത് എന്ന് പറയുന്നത് വേറെ വാക്കാണ്, അവിടുന്ന് വന്നവരാണ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ പല ചരിത്രങ്ങൾ, അവരുടെ ചരിത്രമല്ല, ഇങ്ങനെ ഉണ്ടോ ഈ ഹിയർസയാണ് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് ചരിത്രം പറയുന്നത്, എഴുതപ്പെടുന്നതല്ല. അപ്പോൾ അങ്ങനെ വന്നു, തോമ വന്ന് താമസിച്ചു. പിന്നീട് ഈ പൂനപ്പടിക്കർക്ക് തോമായോട് താല്പര്യം കാരണം കളരി മുറ അറിയാവുന്ന ആളായിരുന്നു. അതുകൊണ്ട് കളരി പയറ്റ് പഠിപ്പിക്കാനായിട്ട് അവർ തോമ ആശാനാക്കി മാറ്റി. അത് കഴിഞ്ഞ് ഉള്ള ചരിത്രം 13 തലമുറ വരെ, അത് 12 തലമുറയുടെ ചരിത്രം അവിടെ ആർക്കും രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് കണ്ടുപിടിക്കുന്നത് WK ജേക്കബ് എന്ന് പറയുന്ന വെല്ലുവിളിയിലെ ഉണ്ണിച്ചായനും മോഡയിലെ ഫിലിപ്പിനയന സാറും കൂടെയാണ്. അവരങ്ങോട്ട് ഇങ്ങോട്ട് തർക്കിക്കും, കേസ് പറയുമ്പോഴൊക്കെ പറയും. പക്ഷെ രണ്ടുപേരും പറഞ്ഞ് രണ്ടായിട്ട് കൂടിയാലും ഇതെല്ലായിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് എന്നെ കൊണ്ടിരുന്നതിലൊക്കെ ചെയ്യിക്കുകയും ചെയ്യും. നീ നിന്നിരിക്കണം അങ്ങനെ പറഞ്ഞ് കേട്ട് പഠിച്ച് ഉള്ള ചരിത്രം കൊണ്ടാണ് പഠിക്കാൻ കാരണം. എന്നിട്ട് അത് എഴുതാൻ തന്നെ ഒരു കാര്യം, നമ്മള് നെടുങ്ങാട് പള്ളിയിലത്തെ ഒരു പൊളിറ്റിക്സ് വരുമ്പോൾ അവിടെ മറ്റ് ആളുകളൊക്കെ ആള് കളിക്കുന്ന ഒരു തോന്നില്ല. അതൊക്കെ ഒന്നിച്ച് നിൽക്കണം, നമ്മളിനി വന്ന് നിൽക്കേണ്ട ഒരു തോന്നില്ലപ്പോൾ ആ കുടുംബയോഗം എന്ന് പറയും ആദ്യം വന്നു. അപ്പം പേരിടുന്ന പ്രശ്നം പറഞ്ഞാൽ മാറും. അപ്പൊ പേരിടുന്ന മോഡയിൽ പേരിടണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ പറയും. ഇപ്പൊ മോഡൽക്കാർക്ക് കുറെ കൂടെ എല്ലാ പട്ടണങ്ങളിലൊക്കെ അറിയിക്കാം. ഇന്ത്യയിൽ ഏത് പട്ടണത്തിൽ ചെന്നാലും മോഡൽ എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു സമയമാണ്. അപ്പം ഉണ്ണിച്ചായനും മത്തായിച്ചായൻ, കിഴക്കേറ്റ് മത്തായിച്ചായൻ എന്ന് പറഞ്ഞത് അങ്ങനെയല്ല, പിതാക്കന്മാരുടെ പേരെ എല്ലാ കുടുംബങ്ങളും ഇടാറ്, അത് ഇടാവൂ എന്ന് പറഞ്ഞു. ആ ഒരു ഇതിന്റെ പേരിലാണ് രണ്ടും ഉണ്ടായിരുന്നത്. പിന്നെ
വേറെ ശാഖകളായിട്ട് തുടങ്ങേണ്ടി വന്നു. ഏതായാലും പോട്ടെ, നമ്മളതൊന്നും പറഞ്ഞ് വേറെ പോട്ടെ. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇതെല്ലാവരെയും കൂടെ യോജിപ്പിച്ചു പോകണം. അതിൻ്റെ കടലിൽ നിൽക്കരെ വന്നാണ്. സാധാരണ പറയുന്ന പോലെ കേരളത്തിലെ ശ്രീകൃഷ്ണന്റെ കാര്യം പറഞ്ഞാലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നം വരുന്നത് ഈ 12ാം തലമുറ മുതലേ ഉള്ളൂ. 12ാം തലമുറയിൽ ഏറ്റവും അറിയപ്പെടുന്ന പിതാവിന്റെ പേര് കൊച്ചുട്ടി എന്നാണ്. കൊച്ചുട്ടി. അപ്പോൾ കൊച്ചുട്ടിയുടെ മക്കൾ 3 പേര് വരും. ചാക്കോ, തോമ. ചാക്കോ എന്ന് പറയുന്നത് ചവണിക്കാമല്ലു, തോമ എന്ന് പറയുന്നത് വലിയ വീട്ടിൽ ആയിരുന്നു. പിന്നെ കൊച്ചുട്ടിയുടെ പേര് വേറൊരു ഇട്ടിയാണ് പേര്. അപ്പോൾ അത് കുടുംബത്തിൽ താമസം. എന്നിട്ട് ഈ ചവണിക്കാമലിന്റെ ബ്രാഞ്ചായിട്ടാണ് മോഡയിലും എണാട്ടുമാണ് വരുന്നത്. അപ്പോൾ എണാട്ടാണ് അടുത്ത വലിയ ആവശ്യം. എണാട്ട് പിന്നീട് വലിയ പദ്ധതി ഒന്നും ഉണ്ടാകാത്തതുകൊണ്ടാണ് നമ്മൾ അവരുടെ പേരൊക്കെ വിട്ടുപോകുന്നത്. പിന്നെ വലിയ വീട്ടിലെ ശാഖകളാണ് ഒരുപാടുണ്ട്. ഞാൻ അതൊക്കെ ഈ പുസ്തകത്തിനകത്ത് ഈ നമ്മുടെ 10ാമത്തെ വാർഷികത്തിന്റെ പുസ്തകങ്ങൾ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോന്ന്. അപ്പൊ അന്നേരം ആകുമ്പം ഈ അതാണ് എഴുതുന്ന വ്യത്യാസം. ഈ പറയുന്നതിനെക്കാട്ടില് എഴുതുന്ന റീഡിങ് മേക്സ് എ ഫുൾ മാൻ, റൈറ്റിംഗ് ആൻ എക്സാക്ട് മാൻ എന്നാണ് പറയുന്നത്. റൈറ്റിംഗ് ആണെങ്കിൽ കുറെ എക്സാക്ട്, നമ്മുടെ മറവിയൊക്കെ മാറി പോകാനടിക്കും. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ തങ്കക്കൊച്ചമ്മയുടെ ഒരു കാര്യം എപ്പോഴും പറയുന്നത്, നമ്മളെ മക്കൾ 4 പേരുമുണ്ട്, പിന്നെ ഞാനുമുണ്ട്. ഞങ്ങൾക്ക് കൊച്ചിനെ അതിലിങ്ങനെ പറഞ്ഞു പഠിച്ചിട്ട് പറയും. ആ കൂട്ടത്തിൽ വന്ന് സാറാമൂരിയുടെ കാര്യം ആരും പറയുന്നത് എന്ത് കാര്യം മക്കളാരും വരുന്നില്ല. അത് സാറാമൂരി പുരുവത്തിലെ കൊച്ചമ്മയാണ് അന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ യാദൃശ്യമായിട്ട് ഭൗതിക്കുന്നതിന് നോമക്കൊച്ചുമ്മയുടെ കാര്യം പറയാം. ഈ ഭൗതിക്കുന്നേക്കാരും നമ്മുടെ കുടുംബക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം, അന്നത്തെ ഈ ക്രിസ്ത്യാനികൾ തമ്മിലെ കല്യാണം കഴിക്കത്തുള്ളൂ. അപ്പോൾ ചെറുക്കനും പെണ്ണും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രായമാകും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ നമുക്ക് അറിയാവുന്ന കുടുംബത്തിന്റെ ദൂരേക്കും പോകുന്നില്ല. അന്ന് ബസ്സും കാറും ട്രെയിനും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അടുത്തടുത്തുള്ളൊരു കല്യാണം കഴിക്കും. അപ്പൊ ഇതെല്ലാം ബന്ധം നമ്മുടെ വെല്ലുമച്ചിയും കീഴായി പോരാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട്. ഇപ്പം പണിക്കവറിലാണെങ്കിൽ ഞാറക്കോട്ട് കെട്ടി, ഞാറക്കോട്ടയാണ് ഇങ്ങോട്ട്, അങ്ങനെ എന്തെല്ലാം ബന്ധങ്ങളുണ്ട്. അതെല്ലാം ഭൗതിക്കുന്ന കുടുംബത്തിന്റെ ഭാഷ ഞാറക്കോട്ട്. ഇപ്പൊ തന്നെ കൊച്ചു വന്നിരിക്കുന്നു, കെട്ടിയിരിക്കുന്ന ഇവിടുന്ന ഇലമ്പ കെട്ടിയിരിക്കുന്ന അവിടെ ഭൗതിക്കുന്നതിലാണ് എന്ന് പറയുന്നതില് അങ്ങോട്ടും ഇങ്ങോട്ടും മലപ്പുഴയിലുള്ളതെല്ലാം ഇങ്ങനെ ബന്ധുക്കളാണ്. എന്തെങ്കിലും പോട്ടെ, അതും നമ്മുടെ ചേർത്തിട്ട് പോട്ടെ. ഒത്തിരി പറയാനാണെങ്കിൽ ഒത്തിരി പറയണം ഇതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ ശാഖകളെല്ലാം ഇങ്ങനെ പല സ്ഥലത്തേക്ക് പോയി. നമ്മള് കൂടുതൽ സിലോൺ, ഒരു കാലത്ത് സിലോണിലെ ആളുകൾ നമ്മുടെ കുടുംബക്കാർ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫ് നാടുകളിലേക്ക് പോയി. ഈ അമേരിക്കയിലെ ഒരു 1972 ആദ്യം വന്ന് 72 വരെ ബാബു അതുപോലെ ഒരു സന്നിച്ചാനൊക്കെ പറയുന്നത്. ഏതായാലും 80s കുറെ കൂടുതൽ ആളുകൾ വന്നത്. പിന്നെ വന്നവരുടെ ചരിത്രവും ശരിക്കും പറയാം, നമ്മുടെ സഹോദരന്മാരെ നഴ്സിംഗിന് പഠിക്കാൻ പോയത് അവർ വലിയ മിടുക്കരായതുകൊണ്ടാണ് അല്ല. അന്നത്തെ സാമൂഹിക രീതിയിൽ ഹിന്ദുക്കളെയും നഴ്സിംഗിനൊന്നും പോകത്തില്ല. അപ്പോൾ ഒരു സാമൂഹിക രീതിയിലും സാമ്പത്തിക രീതിയിൽ നമുക്ക് കൂടുതൽ കുട്ടികളുണ്ട്, കൂടുതൽ എന്തെങ്കിലും ജോലികൾ തേടണം, ജീവിതത്തിന് പുതിയ മാർഗങ്ങൾ തേടണം എന്നാണ്. ഇപ്പോൾ ഈ ഏലിയാമ്മയുടെ, ഇപ്പം കൊച്ചിൻ്റെ ഏലിയാമ്മയുടെ ചേട്ടത്തി എൻ്റെ സിസ്റ്ററും 6 പേര് ഞാറക്കോട്ടെ വരും ഒരാൾ 6 പെൺകുട്ടികൾ ഒന്നിച്ച് ബീഹാറിൽ നഴ്സിംഗിന് പഠിക്കാൻ പോയി, ഒന്നിച്ചാൽ പോയി. എൻ്റെ മാവിയുടെ മകൻ ടീച്ചറായിരുന്നു, പുള്ളിക്കാരനാണ് കൊണ്ടുപോയി എന്ന് പറയുന്നത്. പലരും ജയ്പൂരിലും കുഷിംബാമ ജയ്പൂർ അവിടെ പഠിച്ചത്. അപ്പോൾ ആ കാലത്ത് അവിടെ പോയി പഠിക്കാനുള്ള സൗകര്യമുണ്ട്. പോകാനൊക്കെ വലിയ പ്രയാസമാണ്. ഈ ട്രെയിനിൽ നമ്മുടെ 3-4 ദിവസത്തേക്കാണ് പോകുന്നത്. ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോകണമെങ്കിൽ വണ്ടിക്കൂലി 25 പൈസ തിരിച്ചു പഠിക്കാണ്ട് മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ ജീവിക്കാവുന്ന ഒരു കാലമായിരുന്നു. അതിൽ നിന്നൊരു വലിയൊരു ഇടത്തരക്കാരായ ക്രിസ്ത്യാൻ, അത് ഞാൻ ബാങ്കിൽ ലോൺ എടുക്കാൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് സ്മോൾ ഫാർമേഴ്സ്, നമ്മുടെ 10 ഏക്കർ താഴെയുള്ള ഒരു സ്മോൾ ഫാർമേഴ്സിന് ക്ലാസിഫൈ ഞങ്ങൾ ലോൺ കൊടുക്കുന്നത്. അപ്പൊ അതിൽ താഴ്ന്ന ആളുകളാണ് ഒരു തരത്തിൽ നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇത്. അതിന്റെ കൂടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസം തുടങ്ങിയ ലോർഡ് മെക്കാളെ പ്രഭു തുടങ്ങിയ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ട കുടുംബം നമ്മുടേതാണ്. കാര്യം മല്ലപ്പള്ളിയിലാ കേരളത്തിലെ ആദ്യത്തെ സ്കൂളുകളിൽ ഒന്ന് തുടങ്ങി. ആദ്യത്തെ സൺഡേ സ്കൂൾ തുടങ്ങിയാണ് മല്ലപ്പള്ളിയിലാണ്. ഈ സൺഡേ സ്കൂളിൽ എന്നാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും കൂടെ പഠിക്കാം. 3 ഭാഷ പഠിക്കുമ്പോൾ ഒരു ഒറ്റ പാട്ട് പാടാൻ, ഒറ്റ പാട്ടിന്റെ ഇംഗ്ലീഷും പാടും, മലയാളം പാടും, ഹിന്ദിയും പാടും. പിള്ളേരത് പഠിച്ചു പാടിയാൽ ഒരു 10 വയസ്സാകുമ്പോഴത്തേക്ക് ഈ ക്ലാസിക് പഠിക്കുന്നതൊക്കെ പഠിക്കാൻ വളരെ ഈസിയായി. അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ഈ വടക്കേന്ത്യയിലൊക്കെ പോയി ഹിന്ദി പറഞ്ഞു പഠിക്കും, ഹിന്ദി പഠിച്ചത്. പിന്നെ സിനിമ വന്നു അങ്ങനത്തേക്ക്. ഇപ്പൊ ഈ സിനിമ കാണുന്നത് ഇപ്പൊ മലയാളം, ഹിന്ദി സിനിമ, സൗത്ത് ഇന്ത്യയൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഭാഷ പഠിപ്പിക്കാതെ നമ്മളെ പഠിക്കുന്നില്ല. അത് അങ്ങനെ നൈസ് പഠിക്കുന്നു. യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു. അങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ നമ്മളിങ്ങനെ വന്നു. പിന്നെ ഇവരെല്ലാം പറഞ്ഞ അച്ഛനും പിന്നെ തുടങ്ങുകയാണ്. ബഷി ജോർജ് പറഞ്ഞു, റോസേൽ പറഞ്ഞു, ഞങ്ങളിവിടെ കൂടുന്നു.
അച്ഛൻ മരിക്കുന്നു, ജോർജ് ജോഷിയച്ഛൻ മരിക്കുന്നു, ഞങ്ങൾ നാട് കൂടുന്നു. അന്നേരം ഒരു അതിനിടയ്ക്ക് കുസുമ എന്ന് പറഞ്ഞ ഒരാൾ ശവനിക്കാനുള്ള തന്നെ ഒരാൾ മരിച്ചായിരുന്നു. അതിന് അവർക്ക് ഇച്ചിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാബുവിന്റെ സിസ്റ്റർ അന്ന് അതിന് നമുക്ക് സഹായിക്കണം, കൂടണം എന്നുള്ള രീതിയിൽ രാജൻ ഒന്ന് കുറെ കൂടെ നേതൃത്വം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ രാജനെ ഇതിനുവേണ്ടി സംഘടിപ്പിക്കാനായിട്ട് സമീപിച്ചത്. അന്ന് CSI സഭയുടെ അപ്പം നമ്മുടെ ആളുകൾ കൂടുതലും CSI ഇവിടെ CSIയുടെ ഉള്ള എല്ലാ പള്ളികളിലും പ്രസൻസ് ഉള്ള ഏക കുടുംബം നമ്മുടെ കാര്യം വല്ല വരത്തിലും എല്ലാം കുറവായിരിക്കും. എല്ലാം ചെറിയ അവിടെ ഒരുമാതിരി അറിയപ്പെടുന്ന ഇതിലെല്ലാം നമ്മുടെ ആളുകളുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ വന്ന കാലം മുതൽ ഏതെങ്കിലും ഒരു കമ്മിറ്റി കാണും, അല്ലെങ്കിൽ ടിറ്റിയാണെങ്കിൽ ഒരു പവർ മാസ്റ്റർ ആയിരുന്നു, അല്ലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം നമുക്കൊരു പ്രസൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും അറിഞ്ഞു. ചിലർക്ക് പ്രശ്നം ഇപ്പൊ കിഴക്കേലെ എത്ര പേര് വന്നു നിന്ന് ചോദിച്ചു പോരാ. കൊച്ചി കിഴക്കേലെ അത് പന്ത്രണ്ടാറ് പാലത്തിങ്കിൽ കിഴക്കേലില്ല, നെടുങ്ങാടുപള്ളി പാലത്തിന്റെ അത് താമസിച്ചില്ല, പിന്നെ പാലത്തിങ്കിൽ എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പണിക്കന്റെ മുറി പേരാണ്ട് പണിക്കന്റെ മുറി താമസിച്ച ആളെ പണിക്കൻ മുറി എന്ന് പേര് വന്നത്. അതുപോലെ തന്നെ വലിയൊരു വീട് വെച്ചു, അതിനാ വലിയ വീട്ടിൽ നിന്ന് പേര് വന്നു. പിന്നെ കിഴക്ക് വശത്ത് താമസിച്ച കിഴക്കേല്, വടക്ക് വശത്ത് താമസിച്ച് വടക്കേല നമ്മുടെ അല്ല വേറെ ഫാമിലിയാണ്, വടക്കേലും ഇപ്പോഴും ഉണ്ട്. അവരൊന്നും അധികം വർദ്ധിച്ചില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് ശാഖകൾ വന്നത്. ഇവിടെ വന്നപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങിക്കളയാന്ന് പറഞ്ഞു. അപ്പം മുമ്പേ പറഞ്ഞതുപോലെ വെല്ലുവിളിച്ച് ഉള്ളവർ വരുന്നുണ്ട്, എന്നിട്ടും മറ്റുള്ളവർ വരുന്നില്ല. ഇപ്പം പലരും അതാണ് കാര്യം. ഇപ്പം അവർ ഇപ്പം 4 ഫുള്ളായിട്ട് കുടുംബം വരുന്നത് ഇപ്പോഴും ജോർജ് ജോസഫിന്റെ 4 മക്കള്, സംഗമശാമുവിന്റെ 4 മക്കള്. ഇപ്പം ഈ മുൻപോട്ടത്തെ അവർ പറഞ്ഞത് അവരും ഇപ്പം എല്ലാവരും കൂടുന്നുണ്ട്, അവർ റെഗുലറായിട്ട് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. അപ്പം അവരുടെ ഒരു ടേസ്റ്റിലുള്ള കാര്യങ്ങളിലൂടെ നടക്കുന്നത് കൊണ്ട് അവരെല്ലാം കൂടുന്നു. മറ്റുള്ളവർ ചിലരും ആദ്യകാലത്ത് വന്നവർ ഇപ്പം വരുന്നില്ല. എന്തായാലും ഇവിടെ നമ്മൾ 25 കൊല്ലത്തില് 1 വർഷം ഒഴികെ ബാക്കി എല്ലാ വർഷവും ഇൻ പേഴ്സൺ മീറ്റിംഗ് 2019 വരെ നടത്തി. ഒരു പ്രാവശ്യം നടത്താതെ പോയത് നമ്മുടെ കൃപയുടെ ഡോക്ടർ തമ്പിയുടെ മകളുടെ കല്യാണം കൊണ്ടാണ് നടത്താതെ പോയത്. മറ്റേ വർഷങ്ങളിലെല്ലാം ഇൻ പേഴ്സൺ മീറ്റിംഗ് നടത്തി. കോശിയോടെ അതിനെ വലിയ ഏതാണ്ട് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. അതും ഈ പുസ്തകത്തിനകത്തുണ്ട്. ഞാൻ 2 കൊണ്ടുണ്ട്, ആ ഹെൽപ്പ് എടുക്കാൻ പറ്റില്ല. പിന്നെ എല്ലാ വർഷവും ഇതുപോലെ ഞാൻ പ്രിന്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇയാൾക്ക് വേണ്ടെന്നുള്ള രീതിയിലുള്ള ഞാൻ കൊണ്ടുവന്നില്ല, അല്ലെ ഇമെയിൽ ചെയ്ത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ. അങ്ങനെ പോയി. 2019 വരെ നടന്നതിന് ശേഷമുള്ള കാര്യം കുറേയൊക്കെ ചിറ്റി പറഞ്ഞു. കാര്യം ചിറ്റിക്കെന്ന് ഇതുപോലെയുള്ള അവസ്ഥ വന്നപ്പോൾ തമ്പിയാണ് പ്രാർത്ഥന പറഞ്ഞു നമുക്ക് ആ സൂം മീറ്റിംഗ് ഓഫർ ചെയ്തത്. അപ്പൊ അവിടെയും അവരുടെ ഒരു വലിയ സഹായം ഉണ്ടായിരുന്നു, വലിയൊരു ഹെൽപ്പിംഗ് ഹാൻഡ് നമുക്ക് കിട്ടി. അന്ന് തുടങ്ങിയതാണ് ഈ മന്ത്ലി പ്രയർ. അപ്പം പുതിയ ചരിത്രമാണ്. അപ്പം നമ്മൾ കൊണ്ട് പ്രവാസത്തിന് മുമ്പും പ്രവാസത്തിന് ശേഷവും എന്ന് പറയുന്ന പോലെ പാൻഡമിക്കിന് മുമ്പും പാൻഡമിക്കിന് ശേഷവും എന്നുള്ള രീതിയിൽ ചരിത്രം വരും. പാൻഡമിക്കിന് മുമ്പിൽ ഇൻ പേഴ്സൺ മീറ്റിംഗ് എല്ലാ ആണ്ടിലും 2000 ഓരോ വർഷത്തെയും പ്രത്യേകം പറയാം. കുട്ടികളത് എഴുതുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വേണ്ടി എടുക്കാം, അല്ലെങ്കിൽ ആ ഹിസ്റ്ററി ബുക്ക് ഇതിനകത്തുണ്ട്. ഇമെയിൽ ചെയ്ത് തരാൻ പറഞ്ഞാൽ പുള്ളി എല്ലാവർക്കും അയച്ചു തരും. വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല, എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞ വർഷം വരെ. അപ്പോൾ 2019 വരെ ഈ പറഞ്ഞ പോലെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസത്തെ മീറ്റിംഗ്, പല കാര്യങ്ങളും സ്പോർട്സ് എല്ലാ പരിപാടി അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. 2020 മുതൽ പ്രാർത്ഥന വന്നു. കഴിഞ്ഞ വർഷം 2024 പിന്നെയും ഇൻ പേഴ്സൺ മീറ്റിംഗ് തുടങ്ങി 1 ഡേ. അത് ഈ വർഷം 25ാം വർഷം ആഘോഷിക്കാൻ വേണ്ടി നമ്മളെല്ലാം കൂടെ കൂടി അതിന്റെ പ്രോഗ്രാം അനുസരിച്ച് പോകുന്നു. ചെറിയ ചെറിയ പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവരൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എല്ലാം ശരിയാക്കുന്നത് കൊണ്ട് ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം ദൈവത്തിന്റെ സ്തോത്രം അല്ലേ. എന്നിട്ട് നിങ്ങൾക്കെല്ലാം സഹകരിക്കുന്ന ചോദിക്കുന്നതിന് വരുമ്പോൾ എല്ലാവരും ചെയ്യുന്നതിനും തരുന്നതിനൊക്കെ നന്ദിയും പറയുന്നു. അതാണ് നമ്മുടെ ഇതുവരെയുള്ള ചരിത്രം. ഇനിയുള്ളത് സമയക്കുറവുണ്ട് നിർത്തി. അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് കിടക്കുകയാണ്. പറയാനാണ് മുമ്പേ പിടിച്ചാൽ മിക്കവാറും പോകും. 2000 വരുത്തപ്പറേ പറയാം, 2000 ദിവസം എടുത്തുകൊണ്ട് പറയാം, 2-20 മിനിറ്റോട്ടും പറയാം. അപ്പൊ പറയാം ഇത്രയെങ്കിലും ഒക്കെ പറയാൻ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നു, സാധിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ്. നമുക്ക് ആരോഗ്യം, കരുത്ത്, പണം ഈ വർഷത്തെ വരെ വെച്ച് ചിലവുള്ളൂ. അറിയാം, ഇവർക്ക് ഇതൊക്കെ ഫ്ലൈറ്റ് വരുന്നു, എക്സ്പെൻസീവായി പഴയ കാലമൊന്നുമല്ല. അപ്പോൾ പട്ടണത്തിൽ നെടുങ്ങാടുപള്ളി സ്കൂളിന്റെ ബെഞ്ചെ പിടിച്ച് കിടന്ന് ഞങ്ങൾ മീറ്റിംഗ് നടത്തും. ഞങ്ങൾക്ക് അത് മതിയായിരുന്നു, മനസ്സിലായില്ലേ? അത്രയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നടത്തട്ടെ, ഇനിയും നിങ്ങളെ നടത്തി ദൈവം നടത്തട്ടെ. നമുക്കുള്ള വിഭവം ശരിയായിട്ട് ഉപയോഗിക്കുക ഉള്ളത് വാട്ട് വി ഹാവ്. ഓക്കെ.